ഇന്നിപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ്. പുറത്താണെങ്കിൽ ഇത്ര നേരം ഭയങ്കര മഴയേനും. ഇപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് സൈഡായിട്ടുണ്ട്. ഞാനും അച്ഛനും സച്ചും മാത്രമേ പോകുന്നുള്ളൂ. അച്ചാച്ചനും അമ്മയും മേമയൊക്കെ ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി നിന്നതാ. അതിപ്പോൾ ടാറ്റ തരുന്നത് കണ്ടാൽ തന്നെ അറിയാലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റി കമൻറ്റ് ചെയ്യുന്നതാണ് അമ്മയും മേമയും കൂടെ. ഇതിപ്പോൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരുപാട് ലേറ്റ് ആയിട്ടൊന്നുമില്ല, വളരെ കുറച്ച്. പിന്നെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ആകെ 1 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ എത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്നും ലേറ്റ് ആവുന്നതിൻ്റെ ഒരു കാരണം ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന ഈ റൂട്ടൊക്കെ ഭയങ്കര അടിപൊളിയാണ് കാണാൻ. പ്രത്യേകിച്ച് ചെറിയ ചാറ്റൽ മഴയും കൂടെ ആയതുകൊണ്ട് പറയാനില്ല, അത്രയ്ക്കും അടിപൊളിയാണ്. ഇതിപ്പോൾ വലിയ വെളിച്ചം, ഇവിടുന്ന് കൂത്തുപറമ്പ്, എന്നിട്ട് മട്ടന്നൂർ, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ടൗണിൽ കൂടെയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നാമത് മഴയും കൂടെ ആയതുകൊണ്ട് അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് ഏറ്റവും അടുത്ത റൂട്ടും. ഇതിപ്പം ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയൊന്നുമല്ല, ചെറിയ ചാറ്റൽ മഴയാണ്. അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നേരെ മറിച്ച് നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇത്രയും ദിവസം ജൂൺ ആയോ എന്ന് തന്നെ സംശയമായിരുന്നു. പക്ഷേ ഇന്ന് സംശയം നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട്. ഇന്ന് ജൂൺ മഴ വൈബൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും ദിവസം എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല. ഇന്ന് ജൂൺ 5-ാം തീയതി ആയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ ഏകദേശം എന്നല്ല, നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും നേരം സംസാരിച്ചിട്ടും ഞാൻ എന്തിനു വേണ്ടിയിട്ട് എയർപോർട്ടിൽ വന്നതെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ചെറുതായിട്ട് വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ മഴ വർണ്ണിക്കുന്നതിൻ്റെ തിരക്കിലായിപ്പോയി. പിന്നെ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നതിൻ്റെ മുന്നേ ഞാൻ ആ കാര്യം അങ്ങ് പറയാം. അച്ഛനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വന്നതാണ്. അച്ഛൻ ഇന്ന് ഖത്തറിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അച്ഛനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നത്. അനിയൻ എക്സാം ആയതുകൊണ്ട് അനിയൻ വന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അച്ഛൻ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെന്തായാലും പെട്ടെന്ന് തിരിച്ചു പോരുമല്ല. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, എല്ലാം ഓക്കെ ആയി എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചു വരൂ. അതുവരെ ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങി നടന്ന്, പിന്നെ അച്ഛൻ വിളിച്ച് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വിശപ്പിൻ്റെ വിളി വന്നിട്ട് കുറേ നേരമായി. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷവർമ ഷോപ്പിലേക്ക് കയറി. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ മെയിൻ പ്ലാൻ ഇതല്ലാത്തതുകൊണ്ട് അവിടെ വെറുതെ സമയം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നേരെ ബെറീസിലേക്ക് പോന്നു. ഇവിടെയാണെങ്കിൽ ഷവായ മന്തിയേ ഉള്ളൂ. അതെനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അവിടെ നിന്നില്ല. ഫൈനലി നമ്മൾ തേടിയ വഴി നമ്മുടെ കാലിൽ ചുറ്റിയിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമുക്കിവിടെ നല്ല അടിപൊളി മന്തി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ഇപ്പോൾ വിശന്നിട്ട് കയ്യും കാലും വിറയ്ക്കാന്ന് പറയില്ലേ, ആ ഒരു സ്റ്റേജിലുള്ള. ഇപ്പോൾ ഏകദേശം ഒരു 4-4:30 ആയിട്ടുണ്ടാവും. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശമൊക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പം നമുക്ക് അധികം വെയിറ്റ് ചെയ്യാണ്ട് നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം ആയതുകൊണ്ടും കൂടെ വാവ ഉള്ളതുകൊണ്ടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സച്ചു എനിക്ക് വാരിത്തരുക ചെയ്യാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണം. ഊണിന് ശേഷം രസം അത് നിർബന്ധമെന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഫുഡ് കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണം. അപ്പം ഞാൻ MRIയിൽ കയറി ഒരു ചോക്കോബാർ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റായിട്ട് വാങ്ങിച്ചത് പേടയാണേ. പേടാന്ന് വെച്ചാൽ ഞാൻ ഒറ്റൊന്നേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ക്രേവിങ്സ് മാറ്റാൻ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരുപാട് സ്വീറ്റ്സ് കഴിക്കുന്നതും നല്ലതല്ലാത്തതുകൊണ്ട് ഒറ്റൊന്ന് മാത്രം വാങ്ങിയിട്ട് ഞാനിങ്ങ് പോന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം വീടെത്താനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയതാ. നോക്കുമ്പോൾ എന്താ ജീപ്പിൻ്റെ മുകളിൽ ഒരു സ്പൈഡർമാൻ ഇരിക്കുന്നത്. സ്പൈഡർമാൻ എന്തായാലും അവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് വന്ന കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്ന് കടി ഷേക്കാണ് വാങ്ങിയിട്ടുള്ളത്. കടി ഷേക്ക് ട്രൈ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. ഇതിപ്പോൾ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അതായത് 5-ാം തീയതി എയർപോർട്ടിലേക്ക് കൊണ്ടാക്കിയ അച്ഛനെ കൂട്ടാൻ വേണ്ടി പോവാണ്. ഇത് 12-ാം തീയതി എടുത്തതാണ്. അപ്പോൾ ഇന്ന് മഴയും കാര്യങ്ങളൊന്നുമില്ല. മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേനും മഴ ജൂൺ വൈബ് എന്നൊക്കെ, അതൊക്കെ മാറി. മഴ നല്ല ശക്തിയായി, അത്യാവശ്യം ഇടങ്ങാറായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഞങ്ങൾ എയർപോർട്ട് എത്തുമ്പോഴത്തേക്കും അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേനും. ഞങ്ങൾ ആരും തന്നെ ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി അച്ഛനെയും പിക്ക് ചെയ്ത് നേരെ പോയി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നത്തെ പോലെ ഇന്നും മന്തി കഴിക്കുക എന്നുള്ളതാണ് പ്ലാന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വ്ലോഗിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക മന്തി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് രാരാവീസിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ മന്തി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു ഫുൾ മന്തി വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോരുത്തരും ഓരോന്നാണ് വാങ്ങിയത്. ഞാൻ എൻ്റെ ഫേവറേറ്റ് ഹണി ചില്ലി ആയതുകൊണ്ട് അത് വാങ്ങി. സച്ചു അനിയനും പൊള്ളിച്ചതും
അച്ഛൻ പെപ്പർ അൽഫാമാണ് വാങ്ങിയത്. അമ്മ മന്തി കഴിക്കാത്തതുകൊണ്ട് അമ്മ അൽഫാമും പൊറോട്ടയാണ് കഴിച്ചത്. ഞാൻ ഒഴിച്ച എല്ലാവർക്കും ഫുഡ് നല്ലപോലെ ഇഷ്ടമായി. എനിക്ക് മന്തി റൈസ് ഇഷ്ടപ്പെട്ടു, പക്ഷേങ്കിൽ ഹണി ചില്ലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ വന്നില്ല. അതുകൊണ്ടുള്ള കുഴപ്പമാണ്. പക്ഷേ ഓക്കെയാണ്. പിന്നെ നേരെ ഫ്രൂട്ട് ഐസ് എത്തിയപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഐസൊക്കെ വാങ്ങി. അതും കഴിച്ചുകൊണ്ടാണ് പിന്നത്തെ യാത്ര. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വലിയ വെളിച്ചം ആ റൂട്ട് തന്നെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് വ്യൂ ഒക്കെ നല്ലപോലെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴൊക്കെ ഈ വഴിയുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണ്. ഇതിപ്പോൾ ആകാശമൊക്കെ കാണാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഈ റൂട്ട് അറിയാവുന്നവർക്കും ഇതിൽ വന്നവർക്കൊക്കെ എന്തായാലും ഇവിടുത്തെ വ്യൂവിനെ പറ്റിയിട്ട് നല്ലപോലെ അറിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ വളയത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടുന്ന് വീട്ടിലേക്ക് ആകെ 5 മിനിറ്റേ ഉള്ളൂ. ഇനി നമുക്ക് രാത്രിക്കേക്ക് ഫുഡും കൂടെ വാങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാത്രിക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ രാത്രിത്തേക്ക് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ രാത്രിത്തേക്കുള്ള ഫുഡാണ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഒരു 6:30 6:45 ആയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും. ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഒരു മൂവിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.